പക്ഷേ 9 വർഷം MLA ആയിരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വീണ്ടും മത്സരിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ MLA എന്ന ആ ഒരു പരിഗണനയുടെയും അടുപ്പത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മുമ്പ് UDF വോട്ടുകൾ കൊണ്ടുപോകുന്ന പോലെ ചെറിയ തോതിലെങ്കിലും LDF വോട്ടുകളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ഇന്ന് ആദ്യം വേഗത്തിൽ അറിയേണ്ടത്, ഈ ആദ്യഘട്ടത്തിൽ UDFനെ സംബന്ധിച്ച് നോക്കിയാൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, വലിയ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന നിലയിൽ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു, മികച്ച വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുന്നു എന്ന് അവരിൽ നിന്ന് തന്നെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം CPIMൻ്റെ സ്ഥാനാർത്ഥിയായി M സ്വരാജ് വരുന്നതോടെ ചിത്രം ഏത് തരത്തിൽ മാറി? അപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ നിന്നും കണക്കൂട്ടിൽ നിന്ന് UDFന് താഴേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ, ഒന്ന് വേഗത്തിൽ. തീർച്ചയായിട്ടും. കാരണം താങ്കൾ പറഞ്ഞ പോലെ അൻവർ LDFിൽ നിന്ന് വോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അൻവറിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം അപ്പുറത്തേക്ക് പോയപ്പോൾ അൻവറിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും, ഇതുണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ അല്പം ഈ സംശയം ശരിയാണ്. കാരണം അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ ഒരു പക്ഷേ ഇത്രയും കാലം 9 വർഷക്കാലം MLA ആയ ആൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോയേക്കാം. അതിന് സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു LDF ഇവിടെ സ്ഥാനാർത്ഥി ആക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വാശി CPM പ്രവർത്തകർക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ CPM വളരെ പൂർണ്ണമായിട്ടും SFI മുതൽ DYFI മുതൽ എല്ലാ ആളുകളും വളരെ ഊർജ്ജസ്വലമായിട്ട്, എഴുത്തുകാർ, ഇടതുപക്ഷാനുഭാവമുള്ള എഴുത്തുകാർ, എല്ലാ ആളുകളും അവിടെ ഒറ്റക്കെട്ടായിട്ട് സ്വരാജിനോടുള്ളൊരു ഒരു പ്രത്യേക താല്പര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരി, എങ്കിൽ എൻ്റെ ചോദ്യം ശ്രീ സജീവനോട്, താങ്കളുടെ കണക്കുകൂട്ടലുകളിൽ വിജയസാധ്യത നിലമ്പൂരിൽ ആർക്ക്? അല്ല, അത് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം ഇത് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ്. അതിൽ വിജയസാധ്യത LDFന് വരാൻ, അല്ലെ സ്വരാജിന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ മൂന്നാം സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻവർ എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള, അൻവർ ലക്ഷ്യമിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ല, ഞാനോ ജയിക്കുന്നത് ഞാനോ LDF സ്ഥാനാർത്ഥിയോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ ഷൗക്കത്ത് ജയിക്കാനേ പോകുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് താല്പര്യങ്ങളൊന്ന് 2026 സീറ്റ് കിട്ടണം. 2026 സീറ്റ് കിട്ടണമെങ്കിൽ ഷൗക്കത്ത് അവിടെ ജയിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് 2026 സീറ്റ് തരുമെങ്കിൽ ഞാൻ നിരുപാധികം പിന്തുണ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ UDFനെ വെല്ലുവിളിക്കാൻ പാകത്തിന് വോട്ട് പിടിക്കാൻ അൻവറിന് കഴിയുമെന്നാണോ? തീർച്ചയായും അതിന്റെ സാധ്യത എല്ലാ തന്ത്രങ്ങളും പയറ്റും. നമുക്കറിയാമല്ലോ, അൻവർ സാമ്പത്തികമായിട്ട് അവിടെ തന്ത്രം പയറ്റാൻ കഴിവുള്ള ആളുകളാണ്. മാത്രമല്ല UDF സ്ഥാനാർത്ഥിക്കെതിരെ 2-3 കാര്യങ്ങൾ അദ്ദേഹം 5 കാര്യം, 3 അല്ല 5 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരാണ്. അത് ഇതിനോടകം തന്നെ കേട്ട് നമുക്കൊക്കെ നല്ല പരിചയമായ കുറേ കാര്യങ്ങളാണ്. അങ്ങനെ വന്നാൽ ശ്രീ സജീവൻ, അൻവറിന് കിട്ടാവുന്ന വോട്ടുകളെ സംബന്ധിച്ച് താങ്കളുടെ ഒരു കാൽക്കുലേഷൻ എന്താണ്? 10,000 ഏതാണ്ട് അതിനടുത്ത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഒരു 5,000-നും 10,000-നും ഇടയിലുള്ള വോട്ട് അൻവറിന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. ഓക്കെ, റൈറ്റ്.